പ്രമേഹം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ കഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹത്തെപ്പറ്റി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സാ രീതികളും പറയുന്നുണ്ട്. 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പോലും പ്രമേഹത്തിനെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല കാളിദാസൻ്റെ കൃതികളിൽ പോലും പ്രമേഹ സംബന്ധമായ അസുഖങ്ങൾ വന്നിട്ട് ആ അസുഖങ്ങൾ പിന്നീട് ശരീരത്തിന് ദോഷം ചെയ്യുന്നതായിട്ടുള്ള സൂചനകൾ കാണിക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ KT വിനോദ് കൃഷ്ണൻ പട്ടാമ്പിയിലെ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു. ഇവിടെ പ്രമേഹ രോഗികൾ വരുന്നവരിൽ പണ്ട് വന്നിരുന്നവർ പ്രായമായവരും ഇപ്പോൾ ചെറുപ്പക്കാരുമാണ് പ്രമേഹത്തിന് കൂടുതൽ അടിമപ്പെട്ട് വരുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യയിലും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിലും ജീവിത രീതികളിലും വന്ന വ്യത്യാസമാണ്. ഇതിനേക്കാൾ പ്രധാനമായിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണക്രമത്തിൽ വന്ന വലിയ വ്യത്യാസങ്ങൾ പ്രമേഹം എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല നമ്മളിൽ വ്യായാമം കുറയുകയും അലസത കൂടുകയും കായികാധ്വാനം കുറയുന്നതും പ്രമേഹ രോഗം വർദ്ധിക്കുന്നതിന് കാരണമായി. 2 രീതിയിലാണ് പ്രമേഹം പറയുന്നത്. ഒന്ന് ടൈപ്പ് 1, 2 ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് ജന്മന ഉണ്ടാകുന്ന പ്രമേഹമാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിലെ കോശങ്ങൾക്ക്, ബീറ്റാ കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയോ ജന്മനാ തകരാറ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് വരുന്ന പ്രമേഹമാണ് ആദ്യത്തേത്. ഇതിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം നമ്മൾ കഴിക്കുന്ന അന്നജമോ അല്ലെങ്കിൽ പഞ്ചസാര മധുരമുള്ള പദാർത്ഥങ്ങൾ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും അതുകൊണ്ടുണ്ടാകുന്ന പ്രമേഹമാണ് ആദ്യത്തെ ടൈപ്പ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള മധുരപദാർത്ഥങ്ങൾ കഴിച്ച് ശരീരം വണ്ണം വയ്ക്കുകയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജന്മനാ ഉണ്ടാകുന്ന പാൻക്രിയാസിലെ ഇൻസുലിൻ്റെ സെക്രീഷൻ തികയാതെ വരികയും ചെയ്യുന്ന സമയത്ത് രണ്ടാമത് സെക്കൻഡറി ആയിട്ടുണ്ടാകുന്ന, അതായത് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് 30 വയസ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞിട്ടോ കാണപ്പെടുന്ന പ്രമേഹത്തിനെയാണ് നമ്മൾ ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ പാരമ്പര്യമായിട്ട് വരുന്നതല്ല. ഭക്ഷണക്രമത്തിൽ നിയന്ത്രിച്ചാൽ കുറച്ച് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഈ ടൈപ്പ്, അതായത് സെക്കൻഡ് ടൈപ്പ് 2 ആയിട്ടുള്ള പ്രമേഹം നിയന്ത്രിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ ആദ്യത്തേത് അങ്ങനെയല്ല. ആദ്യത്തേതിൽ നമ്മൾ ഇൻസുലിൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതൊരു പക്ഷേ ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ടി വരും. ഇൻസുലിൻ ഹോർമോണായിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റുകളിലൂടെ കൺട്രോൾ ചെയ്തിട്ടോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേതിനെ നിയന്ത്രിക്കാൻ പറ്റും. രണ്ടിനും ഒരുപാട് ദോഷവശങ്ങളുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് പ്രമേഹം ഉണ്ടാകുന്നതെന്ന് അറിയുന്നെങ്കിൽ ഏറ്റവും പ്രധാന ലക്ഷണം ഒന്ന്, ധാരാളമായിട്ട് മൂത്രം ഒഴിക്കേണ്ടി വരിക. ഇടവിട്ട് ധാരാളം മൂത്രം, അളവ് കൂടുതലായിക്കൊണ്ട് ധാരാളം മൂത്രം ഒഴിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അതിന് ആയുർവേദത്തിൽ പ്രഭൂതാവിലത മൂത്രത എന്ന് പറയുന്നുണ്ട്. മൂത്രം പതഞ്ഞ് കലങ്ങി അല്പം ദുർഗന്ധത്തോടുകൂടി ധാരാളം മൂത്രം ഇടവിട്ടുണ്ടാവുക. അത് പകലൊരു 4-5 പ്രാവശ്യവും രാത്രി 2-3 പ്രാവശ്യവും മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രമേഹമാണ് എന്ന് നമ്മൾ സംശയിക്കണം. മറ്റു തുടർ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതിസ്വേദമാണ്, അതായത് വിയർപ്പ് ധാരാളം ഉണ്ടാവുക. മാത്രമല്ല ഈ വിയർപ്പ് എന്ന് പറയുന്നതിന് അല്പം ദുർഗന്ധമുണ്ടായിരിക്കും. രോഗിയുടെ കക്ഷത്തിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ അടിഭാഗങ്ങളിലും ഉള്ള വിയർപ്പിനൊക്കെ ഒരു അല്പം ദുർഗന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു സ്മെല്ലുണ്ടായിരിക്കും. പോരാത്തതിന് ശരീരം ഭയങ്കര ചുട്ടുനീറ്റൽ തോന്നും. ഇതാണ് പ്രമേഹ രോഗികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാർബോഹൈഡ്രേറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ബ്ലഡിലും മസിൽസിലും കെട്ടിനിന്ന് ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ കൊണ്ടാണ് ഈ ചുട്ടുനീറ്റുണ്ടാകുന്നത്. ആയുർവേദത്തിൽ ഇതിന് കരപാദദാഹം എന്ന് പറയും. അത് കയ്യിൻ്റെ ഉള്ളനടിയിലും അതുപോലെ തന്നെ കാലിൻ്റെ അടിഭാഗത്തും ചുട്ടുനീറ്റലുണ്ടാവുക. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ചക്കുറവ് വന്നു തുടങ്ങുക എന്നുള്ളതാണ്. കണ്ണ് കുറേശ്ശെ മങ്ങാൻ തുടങ്ങും, കാഴ്ച ക്ലിയർ അല്ലാതെ വരും. ഇത് നേത്രരോഗമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ സത്യത്തിൽ ഇത് പ്രമേഹം കൊണ്ടുണ്ടാകുന്ന കാഴ്ചക്കുറവാണ്. അത് തന്നെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് വരുന്ന ദോഷങ്ങൾ, അതുപോലെ തന്നെ കണ്ണിൻ്റെ ലെൻസിന് വരുന്ന പ്രശ്നങ്ങൾ,
അതുപോലെ കണ്ണിൻ്റെ ചൂട് കൂടിയിട്ട് വരുന്ന ബ്ലർഡ് വിഷൻസ്, ഇങ്ങനെ പല രീതിയിൽ കണ്ണിൻ്റെ കാഴ്ചയെ പ്രമേഹം ബാധിക്കും. അടുത്ത ഒരു ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ദാഹം കൂടുതലാണ്. ശരീരത്തിൽ നിന്ന് വെള്ളം ധാരാളമായി മൂത്രമായി പോകുന്നത് കൊണ്ട് ദാഹം വളരെ കൂടുതലിരിക്കും. അതിന് നമ്മൾ തൃഷ്ണ എന്നൊക്കെ പറയും. തൊണ്ടയിൽ വരൾച്ചയാണ്. എത്ര വെള്ളം കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും വെള്ളം കുടിക്കണം തോന്നുക. വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ദാഹം തീർന്നു എന്ന് തോന്നില്ല. അതുപോലെ തന്നെ തളർച്ച വരും. രോഗി എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും രോഗിക്ക് പിന്നെയും ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുക. വിശപ്പ് കൂടുതലുണ്ടാവും. പക്ഷേ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും തളർച്ച കൂടി വന്ന് ശരീരം ക്ഷീണിക്കുന്നതായി തോന്നുക. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കിടമ്പോൾ ശരീരം മെലിയാൻ തുടങ്ങും. അതായത് മാംസപേശികളുടെ വണ്ണം കുറയുന്നതായി കാണുകയും അവ ബലക്കുറവുള്ളതായി തോന്നും. ഇതിന് മുമ്പേ ഈ പ്രമേഹം വരുന്നതിന് മുമ്പ് 10 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് പ്രമേഹം വന്ന് 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 5 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റൂ എന്ന് വരും. മാത്രമല്ല നടക്കാൻ പറ്റുന്ന ദൂരത്തിൽ അതിൻ്റെ അളവ് കുറയും. അല്ലെങ്കിൽ 1 കിലോമീറ്റർ നടക്കാൻ സുഖമായി നടന്ന ഒരാൾക്ക് 1/2 കിലോമീറ്ററേ നടക്കാൻ പറ്റൂ. കോണി കയറുമ്പോൾ, കൂടുതൽ സ്റ്റെപ്പുള്ള കോണികൾ കയറി ഇറങ്ങുമ്പോൾ ക്ഷീണം വരും. കുറച്ച് നേരം ഇരിക്കണം എന്ന് തോന്നും. കിതപ്പ് വരും. ദാഹം ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ തലയുറ്റിൽ വരും. ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് യൂറിൻ ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. 2 രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ബ്ലഡും യൂറിനും കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആൻഡ് യൂറിൻ ഷുഗർ. ഇതിൽ സാധാരണയായിട്ട് 100-ലധികം വരികയാണെങ്കിൽ, ബ്ലഡ് ഷുഗർ 100-ലധികം വരികയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അത് 120, 30 കൂടി 140, 200 വരെയൊക്കെ എത്താം. അങ്ങനെ വരുന്നത് പ്രമേഹമാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂറിനാണ്. യൂറിനിൽ അത് ഗ്രീനിൽ തുടങ്ങി, യൂറിൻ്റെ കളറ് ഗ്രീനിൽ തുടങ്ങിയതിന് ശേഷം പിന്നെ യെല്ലോ, ഓറഞ്ച്, റെഡ്, ബ്രിക്ക് റെഡ്, ഇങ്ങനെ കാറ്റഗറിയിൽ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇത് കൂടുതലാണ്. അതിൽ ഗ്രീൻ വേണമെങ്കിൽ നമുക്ക് നോർമൽ എന്ന് പറയാം. യെല്ലോ എന്ന് പറഞ്ഞാൽ 0.5, അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നതൊക്കെ 1.5 എന്നുള്ള രീതിയിൽ ഗ്രേഡ് കൂടുതലുള്ള പ്രമേഹങ്ങളാണ്. അപ്പോൾ ബ്ലഡ് മാത്രമല്ല യൂറിനും പ്രധാനമാണ്. ആയുർവേദത്തിൽ പറയുന്നത് ബ്ലഡിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് യൂറിൻ ഷുഗർ ഉണ്ടോ എന്നുള്ളതാണ്. യൂറിൻ ഷുഗറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. യൂറിനിൽ ഷുഗർ കൂടുതലായി വന്നു കഴിഞ്ഞാൽ അത് പ്രമേഹമാണെന്ന് ഉറപ്പിക്കണം. വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രമേഹം മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ്. അതായത് പ്രമേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഒരു അവയവത്തെയോ ഒരു ഭാഗത്തെയോ ബാധിക്കുന്ന അസുഖമല്ല. അത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് ഹൃദയത്തെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, യൂറിനറി ബ്ലാഡറിനെ ബാധിക്കും, അതുപോലെ തന്നെ ബ്രെയിനിനെ, തലച്ചോറിനെ ബാധിക്കും. തുടർന്ന് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവാക്കളിൽ അല്ലെങ്കിൽ മധ്യപ്രായത്തിലുള്ളവരിൽ ലൈംഗിക ശേഷിയെ വരെ ബാധിക്കും. ഇതൊക്കെ ഒരു ചെയിൻ ഓഫ് ഡിസീസാണ്. പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ ബഹുമൂത്രതയും മറ്റു കാര്യങ്ങളും ചൂടും വയർപ്പും ഒക്കെ കാണിക്കുമെങ്കിൽ പോലും പിന്നീട് അത് മഹാരോഗങ്ങളായ കിഡ്നി രോഗങ്ങൾ, ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക്, അല്ല സ്ട്രോക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇത് കാരണമായി തീരുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രമേഹത്തിനെ നിസ്സാര രോഗമായി കാണരുത്. ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്, അലോപ്പതിയിൽ പറയുന്നുണ്ട്, മറ്റ് മെഡിക്കൽ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ചികിത്സയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾ കഴിയുന്നതും എല്ലാവിധ മധുര പദാർത്ഥങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം മധുരം കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ, ഉദാഹരണമായിട്ട് പച്ച നിറത്തിലുള്ള മധുരമുള്ള പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ചെറുപഴം, അങ്ങനെ അതുപോലെ ഒരു ആപ്പിൾ, ഇത് എല്ലാ ദിവസവും അല്ല പറയുന്നത്, ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഇടവിട്ട ദിവസങ്ങളായി ഇത് ആവശ്യത്തിന് വലിപ്പമുള്ള രീതിയിലുള്ള ഒരു മാങ്ങയോ മറ്റോ ഒക്കെ കഴിക്കാം. പക്ഷേ അത് എല്ലാ ദിവസവും എടുക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. ആയുർവേദത്തിൽ ആദ്യം തന്നെ പറയുന്നത് വ്യായാമവും യോഗയും കൊണ്ട് പ്രമേഹത്തിനെ നിയന്ത്രിക്കണം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്ന് അവർ പറഞ്ഞു വെച്ചു വ്യായാമം ചെയ്യാതെ പ്രമേഹം കുറയില്ല.
രണ്ടാമത്തെ കാര്യം പറയുന്നത് യോഗയാണ്. യോഗ കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുള്ള. പ്രമേഹ രോഗികളിൽ പ്രമേഹം കൂടിക്കൂടി വരുമ്പോൾ ഉന്മാദം, മാനസിക രോഗങ്ങളൊക്കെ വരാം. അതായത് മെൻ്റൽ ടെൻഷൻ കൂടുക, അതുപോലെ മെൻ്റൽ വൈബ്രേഷൻസ് കൂടുക, പെട്ടെന്ന് ദേഷ്യം വരിക, ചൂടാവുക, അതേപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കി മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇത്തരം കണ്ടീഷനൊക്കെ ഇതിലുണ്ടായിരിക്കും. അതുകൊണ്ട് അത്തരം രോഗികൾ, പ്രമേഹ രോഗികൾ വ്യായാമം ചെയ്ത് ഷുഗർ ലെവൽ കുറയ്ക്കണം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ മസിൽസിലേക്ക് കയറിപ്പോകുന്നത് കൊണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ട്രീറ്റ്മെൻറ്റുകളിലേക്ക് വരുമ്പോൾ ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആ മരുന്നുകൾ വൈദ്യ നിർദ്ദേശപ്രകാരം കണ്ട് അവസ്ഥയനുസരിച്ച് കൃത്യമായി മെഡിക്കേഷൻ എടുക്കുകയാണെങ്കിൽ പ്രമേഹത്തിനെ നിയന്ത്രിക്കാം. പ്രമേഹം എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് എത്തുമെങ്കിൽ പോലും യഥാർത്ഥ നിയന്ത്രണം ഉണ്ടാവുകയാണെങ്കിൽ ആ രോഗിക്ക് ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാമെന്നതാണ്. പിന്നെ ചികിത്സയിലേക്ക് വരുമ്പോൾ ആയുർവേദത്തിൽ പ്രമേഹത്തിൽ തക്രധാര എന്ന് പറയുന്ന ഒരു ചികിത്സ പറയുന്നുണ്ട്. അതായത് കഷായം, അതുപോലെ തന്നെ നമ്മൾ തൈര് കഷായത്തിൽ ചേർത്തിട്ട് പിറ്റേ ദിവസം പറഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്തത് തലയിൽ ധാര ചെയ്യുന്ന ഒരു രീതിയാണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 400-ലധികം യൂണിറ്റ് പ്രമേഹമുള്ള ഒരാളിൽ തക്രധാര 14 ദിവസം ചെയ്യുകയാണെങ്കിൽ, 14 ദിവസം വേണ്ട, 5-6 ദിവസം കഴിയുമ്പോഴേക്കും ഷുഗർ ലെവൽ 150-ൽ താഴെ വരും. അതുകൊണ്ട് തന്നെ ഈ പ്രമേഹത്തിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം ആയിട്ടുള്ള പ്രമേഹ വ്രണങ്ങൾ, അത് ഡയബറ്റിക് വൂൺസ് എന്ന് പറയും, മുറികൾ ഉണ്ടായിട്ട് ഉണങ്ങാതിരിക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോശങ്ങളിലേക്ക് വേണ്ട രീതിയിൽ ഗ്ലൂക്കോസ് കിട്ടാത്തതുകൊണ്ടാണ്. ഇത് നിയന്ത്രിക്കാൻ എളുപ്പത്തിൽ പറ്റും. പ്രമേഹത്തിൽ വ്രണങ്ങളെ ഉണക്കാൻ തക്രധാര എന്ന് പറയുന്ന ചികിത്സ വളരെ ഫലപ്രദമാണ്. മറ്റൊന്ന് കന്മദം എന്ന് പറയുന്ന ഒരു ഡ്രഗ്, അത് പ്യൂരിഫൈഡ് ആയിട്ട് ഉപയോഗിച്ച് ശിലാജിത് കന്മദം എന്ന് പറയുന്നത് പാറ ഇടുക്ക് ചൂടായിട്ട് അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു വസ്തുവാണ് കന്മദം. ഇത് കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രമേഹം കുറയുകയും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ലൈംഗിക ശേഷിക്കുറവിന് ഫലപ്രദമായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. പ്രമേഹം വളരെ ചെറുപ്പത്തിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർക്ക് വന്ധ്യത വരുന്നു എന്നാണ്. അവരിൽ സ്പേമിൻ്റെ, ശുക്ലത്തിൽ ബീജത്തിൻ്റെ എണ്ണം കുറയുകയോ അല്ലെങ്കിൽ ചലനശേഷി കുറയുകയോ അതല്ലെങ്കിൽ ഡീഫോമിറ്റി, ബീജങ്ങളുടെ ഷേപ്പിൽ വ്യത്യാസം വരികയും ജനിക്കുന്ന കുട്ടി അംഗവൈകല്യമോ ബുദ്ധിമാന്ദ്യമോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാവുകയും ചെയ്യാം. അല്ലെങ്കിൽ റിപ്പീറ്റഡ് അബോർഷൻ വരാം. പ്രഗ്നൻ്റ് ആവും, 3 മാസമോ 4 മാസമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അബോർഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് നിർദ്ദേശിക്കുന്നത് എപ്പോഴും ഡയബറ്റീസ് ഉണ്ടോ, പൂർവികരിൽ അച്ഛനമ്മയ്ക്കോ മറ്റുള്ളവരിലോ പ്രമേഹം ഉണ്ടോ നോക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷമാണ് കുട്ടികളുണ്ടാവാൻ വേണ്ടി ദമ്പതികൾ ശ്രമിക്കാവൂ എന്നുള്ളതാണ്. കൃത്യമായ ദിനചര്യ, കൃത്യമായിട്ടുള്ള വ്യായാമം, നിയന്ത്രിതമായ ഫുഡുകൾ, ഭക്ഷണങ്ങൾ, ധാരാളം പച്ചക്കറികൾ, ഇലക്കറികളും കഴിക്കുക, ഡയറക്റ്റ് ഷുഗർ എടുക്കാതിരിക്കുക. അതായത് പഞ്ചസാര ഡയറക്റ്റ് ചേർന്നിട്ടുള്ള ബേക്കറി ഐറ്റംസോ പായസം പോലെയുള്ള സാധനങ്ങളോ ലഡു, ജിലേബി തുടങ്ങിയവയോ കഴിയുന്ന എടുക്കാതിരിക്കുക. നാളികേരത്തിൻ്റെ അളവ് കുറയ്ക്കുക. എന്നിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞാൽ ഉണ്ടാകും. ഇപ്പോൾ ലോക ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്നവേറ്റീവായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരിൽ ഭൂരിപക്ഷവും പ്രമേഹം ഉണ്ടായിരുന്നവരാണ്, ശാസ്ത്രജ്ഞന്മാരായാലും മറ്റുള്ളവരായാലും. കാരണം പ്രമേഹത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, അവരിൽ പെർവേർട്ടർ അല്ലെങ്കിൽ ഒരു ഡീവിയേറ്റഡ് തിങ്കിങ് ഉണ്ടായിരിക്കും, അവരിൽ വേറെ രീതിയിൽ ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, പ്രമേഹം നിയന്ത്രിച്ചു കൊണ്ട് തന്നെ 85 വയസ്സ് 90 വയസ്സ് വരെ, അതായത് 40 വയസ്സിൽ പ്രമേഹം കണ്ടുപിടിച്ച് കൃത്യമായിട്ട് മരുന്നെടുക്കുകയും ഇൻസുലിൻ എടുക്കുന്നവരിൽ 85-90 വയസ്സിനപ്പുറത്തേക്ക് പോയ ചരിത്രം ഇഷ്ടം പോലെയുണ്ട്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ പണ്ട് പ്രമേഹം കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രമേഹം കൂടി വരികയാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അന്ന് പട്ടാളക്കാർക്ക് റേഷൻ ഏർപ്പെടുത്തിയപ്പോൾ പട്ടാളക്കാരിൽ പ്രമേഹം കുറയുന്നു എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഈ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ കാലഘട്ടത്തിൽ അനാവശ്യമായിട്ട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞിട്ടേ വീണ്ടും പ്രവർത്തിക്കാവൂ. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ പ്രമേഹം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ല ആരോഗ്യം,
ആശംസിക്കുന്നു. എല്ലാവർക്കും വളരെ സമ്പുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള ജീവിതവും ഉണ്ടാവട്ടെ. മറ്റൊരു ദിവസം വീണ്ടും വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാവുന്നതാണ്.